ഹായ് എവ്രി വൺ. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഫുക്കറ്റിലെ കുറച്ച് കാഴ്ചകളൊക്കെ ആയിട്ടാണ്. അപ്പോൾ ചെന്ന ദിവസം ഞങ്ങൾ ഒന്ന് ബീച്ചിലൊക്കെ പോയി, പിന്നെ അവിടെ വാക്കിംഗ് സ്ട്രീറ്റിലൊക്കെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് സ്ട്രീറ്റ് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു. എന്നിട്ട് പിന്നെ നെക്സ്റ്റ് ഡേ ഞങ്ങൾ അവിടെ ഫുക്കറ്റിൽ കൂടുതലും ഐലൻഡ്സ് ആണ് ഉള്ളത്. അപ്പോൾ നെക്സ്റ്റ് ഡേ നമ്മൾ ഐലൻഡ് ടൂർ പോകാമെന്നാണ് വിചാരിക്കണേ. അപ്പോൾ അത് എങ്ങനെയാണെന്ന് വെച്ചാൽ രാവിലെ നമ്മളൊരു സ്പീഡ് ബോട്ടിൽ പോവും, എന്നിട്ട് അവർ നമ്മളെ കുറേ ഐലൻഡ്സിലൊക്കെ കൊണ്ടുപോകും. ആ ഐലൻഡ്സിൽ പോയിട്ട് നമ്മൾ സ്നോർക്ലിങ്, പിന്നെ സ്നോർക്ലിങ് ചെയ്യേണ്ടവർക്ക് അത് ചെയ്യാം, പിന്നെ കയാക്കിംഗ് ഉണ്ട്, അത് ചെയ്യാം. അങ്ങനത്തെ ആക്ടിവിറ്റീസൊക്കെ ചെയ്യാം, വെള്ളത്തിലുള്ള ആക്ടിവിറ്റീസൊക്കെ ചെയ്യാം. അപ്പം നെക്സ്റ്റ് ഡേ ഞങ്ങൾ ഐലൻഡിലേക്കാണ് പോയത്. അത് ഞങ്ങൾ 2-3 ഐലൻഡ്സ് പോയി. ആദ്യം പോയത് നമ്മൾ വിക്കിംഗ് കേവ്, മങ്കി ബീച്ച്, പിന്നെ മായ ബേ, ജെയിംസ് ബോണ്ട് ഐലൻഡ്, അങ്ങനെ കുറച്ച് ഐലൻഡ്സൊക്കെ കവർ ചെയ്തു. ഭയങ്കര രസമാണ്. നല്ല ക്ലിയർ ആയിട്ടുള്ള വെള്ളമാണ്, ഗ്രീൻ ബ്ലൂ കളറുള്ള വെള്ളം ഒക്കെ ആയിട്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് രസമുള്ള ബീച്ചസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഒരു ഡ്രസ്സ്, ഉള്ളിൽ സ്വിമ്മിങ്ങിൻ്റെ ഡ്രസ്സ് ഇട്ടിട്ട് വേണം പോകാനായിട്ട്. എന്നിട്ട് അത് സ്നോർക്ലിങ് ബോട്ടിൽ നിന്ന് തന്നെ എടുത്ത് ചാടുക ചെയ്യേണ്ടത്. അപ്പം നമ്മൾ ഡ്രസ്സൊക്കെ മാറ്റി സ്വിമ്മിങ് ഡ്രസ്സ് ഇട്ടിട്ട് വേണം വെള്ളത്തിലേക്ക് ചാടാൻ വേണ്ടിയിട്ട്. അപ്പം സേഫ്റ്റി ജാക്കറ്റ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തരും. അപ്പം അത് കഴിഞ്ഞിട്ട് എൻ്റെ താഴെ ഭയങ്കര ക്ലിയർ വാട്ടറാണ്. അപ്പോൾ അടിയിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഭംഗിയുള്ള ഫിഷസും കാര്യങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. നല്ലൊരു എക്സ്പ്രഷൻ. എനിക്കങ്ങനെ ചാടിയിട്ട് എനിക്ക് സ്നോർക്ലിങ് ചെയ്യാനായിട്ട് പറ്റില്ല. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഇനി നെക്സ്റ്റ് ടൈം പോകുമ്പോഴെങ്കിലും സ്വിമ്മിങ് അറിയണമെന്ന് വിചാരിക്കണം. എനിക്ക് പറ്റിയില്ല. എനിക്കത് കാരണം എനിക്ക് ശരിക്കത് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല. അത് കഴിഞ്ഞിട്ട് അവിടെ തന്നെ ഒരു ഐലൻഡിൽ തന്നെയാണ് ഫുഡും കാര്യങ്ങളൊക്കെ. ഇവിടെയാണ് നമ്മൾ ഫുഡൊക്കെ കഴിച്ചത്. എന്നിട്ട് ഈവനിങ് ആയപ്പോഴേക്കുമാണ് നമ്മൾ ഇവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ട് പിന്നെ നമ്മൾ വേറൊരു ഐലൻഡിലേക്കാണ് പോയത്. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഈവനിങ്ങിൽ നമ്മൾ റൂമിലേക്ക് തിരിച്ചു വരുന്നു. ഈവനിങ് ആയപ്പോഴാണ് ഹോട്ടലിലേക്ക് തിരിച്ചു വരുന്നത്. അതൊരു ദിവസത്തെ പാക്കേജാണ്. രാവിലെ ബോട്ട് എടുത്തിട്ട് 1 ഡേ ഫുള്ള് നമ്മൾ ഐലൻഡിലാണ് സ്പെൻഡ് ചെയ്യുക. അപ്പോൾ വൊമിറ്റ് ചെയ്യാണ്ടിരിക്കാനുള്ള ടാബ്ലറ്റ്സും കാര്യങ്ങളൊക്കെ അവർ തരും. സീ സിക്നെസ് ഒക്കെ ഉള്ളവർക്ക് വൊമിറ്റിംഗ് ഒക്കെ വരും. ഫുൾ ഡേ നമ്മൾ വെള്ളത്തിൽ തന്നെയാണ്. അപ്പോൾ അത് പിന്നെ ഇതുപോലത്തെ ഡ്രസ്സും കാര്യങ്ങളും സ്വിമ്മിങ്ങിൻ്റെ ഡ്രസ്സൊക്കെ നമ്മൾ ഇട്ടിട്ടാണ് പോകേണ്ടത്. അതിട്ടിട്ടാണ് നമ്മൾ വെള്ളത്തിലൊക്കെ ഇറങ്ങേണ്ടത്. അപ്പം നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുമ്പോൾ പിന്നെ ക്യാപ്പും അങ്ങനത്തെ ഒക്കെ എടുക്കണം. ഭയങ്കര വെയിലൊക്കെ ആയിരിക്കും ഓരോ സ്ഥലങ്ങളിൽ ഇറങ്ങുമ്പം. അപ്പം ആൾക്ക് പറ്റി സ്നോർക്കലിംഗ് ഒക്കെ ചെയ്തു. പക്ഷേ എനിക്ക് പറ്റിയില്ല. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ എനിക്ക് അങ്ങ് ഭയങ്കരമായിട്ട് പാനിക്കായിപ്പോയി. ഞാൻ തിരിച്ച് കയറിപ്പോന്നു. ഭയങ്കര രസമാണ് അതൊക്കെ. അത് മിസ്സായല്ലോ എന്നുള്ളൊരു സങ്കടം എനിക്കുണ്ട്. അത് ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് പിന്നെ
നമ്മൾ കുറേ സമയം ആ കേവിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഭയങ്കര ഇരുട്ടാണ് അതിൻ്റെ ഉള്ളിൽ. പിന്നെ ഇവരുടെ കയ്യിൽ ഓരോ ടോർച്ച് ഉണ്ട്, ഈ നമ്മളെ കയാക്കിങ്ങിന് കൊണ്ടുപോകുന്ന ആൾക്കാരുടെ കയ്യിൽ ടോർച്ച് ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഇങ്ങനെ അവരുടെ തലയിൽ ഇങ്ങനെ അത് ഫിറ്റ് ചെയ്തേക്കാണ്. അത് വെച്ചിട്ടാണ് ഇങ്ങനെ നമ്മൾ കുറച്ചെങ്കിലും ലൈറ്റ്, അതിൻ്റെ ഉള്ളിൽ ഫുള്ള് ബാറ്റും ഒക്കെയാണ്. അതിൻ്റെ അകത്ത് കേവിൻ്റെ ഉള്ളിൽ കൂടെ കുറേ സമയം ഭയങ്കര ഇരുട്ട്, നമുക്ക് ശരിക്കും പേടിയാവും അതിൻ്റെ ഉള്ളിൽ കൂടെ പോകുമ്പോൾ. പിന്നെ അത് കഴിഞ്ഞിട്ട് തിരിച്ച് ഞങ്ങൾ ഹോട്ടലിൽ വന്ന് കുറച്ച് നേരം സ്വിമ്മിങ്ങിലൊക്കെ, പൂളിലൊക്കെ കുറച്ച് നേരം കുളിച്ച്, അങ്ങനെ അന്നത്തെ ദിവസം അങ്ങനെ അങ്ങനെ തീർന്നു. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് അത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണോ. നിങ്ങൾ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ കമൻസൊക്കെ പറയുക. അത്രയൊക്കെ ഉള്ളൂ. ഓക്കെ, താങ്ക് യു, താങ്ക്സ് ഫോർ വാച്ചിങ്, ബൈ.